ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ കഥയുടെ രൂപത്തിലുള്ള അവതരണമാണ് ഈ ഒരു വീഡിയോ. ഭാവിയിൽ നടക്കുന്ന ഒരു കഥയുടെ രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും ഇതിൽ പറയുന്ന ഫാക്റ്റുകളെല്ലാം കൃത്യമാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകളെല്ലാം ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. കഥ നടക്കുന്നത് ഭാവിയിലാണ്. ഭാവിയിൽ എന്ന് പറയുമ്പോൾ അതൊരു വിദൂര ഭാവിയാകാം, അല്ലെങ്കിൽ ഈ വർഷം തന്നെയാകാം. സ്ഥലം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ റെഡ് സോണിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം. ആ സമുച്ചയത്തിൻ്റെ ഉള്ളിൽ രഹസ്യ സ്വഭാവമുള്ള ഒരു ഓഫീസ് മുറിയുണ്ട്. അവിടെ ഇപ്പോൾ ഒരു വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കവിടെ ഒരു രീതിയിലുള്ള ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും നിശബ്ദരാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുണ്ട്, തൊട്ടരികിൽ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റുണ്ട്. അവരുടെ തൊട്ട് മുൻപിൽ മേശയുടെ മറുപുറത്തായി ഒരു കസേരയിൽ അല്പം ദേഷ്യത്തോടു കൂടി തന്നെ അവിടുത്തെ ആർമി ചീഫുമുണ്ട്. ഒരു രീതിയിലുള്ള സംഭാഷണവും അവിടെ അരങ്ങേറുന്നില്ല. AC-യുടെ വളരെ പതിഞ്ഞ സ്വരത്തിലുള്ള ഒരു മൂളൽ മാത്രം നമുക്ക് കേൾക്കാം. അവിടെ ഏത് തരത്തിലുള്ള സംഭാഷണമാണ് നടക്കാൻ പോകുന്നതെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതെങ്ങനെ അവതരിപ്പിക്കുമെന്നാണ് അവർക്ക് അറിയേണ്ടത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ നിലത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സൗമ്യനായി തൊട്ടു മുൻപിലിരിക്കുന്ന ആർമി ചീഫിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആരംഭിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അത് അവസാനിപ്പിക്കാൻ പോകുന്നത് നമ്മളായിരിക്കില്ല, അവന്മാരായിരിക്കും. അതോടുകൂടി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് ഒരു ഭൂപടത്തിൽ പോലും കണ്ടെടുക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. ആർമി ചീഫിൻ്റെ മുഖത്ത് പുച്ഛമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു അണുവായുധവും ഉപയോഗിക്കാതെ തന്നെ ഈ രാജ്യം അവന്മാരുടെ കയ്യിലിരിക്കും. തനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, താനിരിക്കുന്ന ഈ കസേരയിൽ നിന്ന് തന്നെ ഈ സൈന്യത്തിന് അനായാസമായിട്ട് പുറത്താക്കി ആ സ്ഥാനത്ത് ഏറ്റവും മികച്ച സൈന്യത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയി ഇരുത്താം. മുൻകാല അനുഭവങ്ങൾ തനിക്ക് നന്നായി ഓർമ്മയുണ്ടല്ലോ. പ്രൈം മിനിസ്റ്ററിൻ്റെ തൊട്ടരികിലിരിക്കുന്ന പ്രസിഡന്റ് അവർ രണ്ടുപേരെയും പരസ്പരം മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അണുവായുധം പ്രയോഗിക്കാൻ നമുക്ക് പ്രധാനമന്ത്രിയെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രധാനമന്ത്രി ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പോലും ഈ നാഷണൽ കമാൻഡ് അതോറിറ്റിയിലെ ഏതെങ്കിലും 2 പേർ സമ്മതിച്ചാൽ മതിയല്ലോ അണുവായുധം പ്രയോഗിക്കാൻ. ആർമി ചീഫ് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. NCAയിലെ 2 പേരുടെ അനുമതിയോടുകൂടിയല്ല, ഇവിടെയുള്ള സകല ആളുകളുടെയും അനുമതിയോടുകൂടി തന്നെ നമ്മൾ അണുവായുധം പ്രയോഗിച്ചിരിക്കും. അതോടുകൂടി പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതെ ആയേക്കാം. നമ്മൾ നശിച്ച് കുത്തുവാള എടുത്തൊന്നും വരാം. എന്നാൽ നമ്മുടെ ശത്രുവായ ഇന്ത്യ ഇപ്പോൾ അവനൊരു വികസന രാജ്യമാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം പട്ടിണി കിടക്കുന്ന ആളുകളുടെ ഒരു കൂമ്പാരമായിരിക്കും. ശവക്കല്ലറുകൾ കൊണ്ട് മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു പട്ടിണി രാഷ്ട്രമായിട്ട് അവൻ അധപ്പതിക്കും. അതാണ് നമുക്ക് വേണ്ടത്. പ്രധാനമന്ത്രി അല്പം ഭയത്തോടുകൂടി വിറയ്ക്കുന്ന ചുണ്ടുകൾ ഉപയോഗിച്ച് വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അപ്പോൾ നമ്മുടെ കുടുംബം? ആർമി ചീഫ് പിന്നീട് ശാന്തനാകുന്നതാണ് നമ്മൾ കാണുന്നത്. ശാന്തനായി അയാൾ ആ കസേരയിൽ ഒന്ന് അമർന്നിരുന്നു. നമുക്കാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്നും ആദ്യത്തെ അണുവായുധം ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് ദിവസങ്ങൾ മുൻപ് തന്നെ നമ്മളെല്ലാവരും UK-യിലെത്തിയിട്ടുണ്ടായിരിക്കും, നമ്മുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ. അവിടെ പിന്നീട് ഒരു രാജാവിനെ പോലെ നമുക്ക് ജീവിക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിന് പണമില്ലായിരിക്കാം, പക്ഷേ രാജ്യം ഭരിക്കുന്ന ആളുകൾ പാവപ്പെട്ട ആളുകളല്ല. ഏറ്റവും കൂടുതൽ പണമുള്ളത് നമ്മുടെ പക്കലാണ്. UK-യിലേക്ക് പോകാനുള്ള സകല കാര്യങ്ങളും തയ്യാറാണ്. നമുക്ക് അധിക സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഈ അണുവായുധം പ്രയോഗിക്കണം. ആർമി ചീഫ് ഒരു നിമിഷം നിശബ്ദനായിരുന്നു. പിന്നീട് ഒരു ദീർഘശ്വാസത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഷഹീൻ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളെല്ലാവരും UK-യിലെത്തിയിട്ടുണ്ടായിരിക്കും. പ്രസിഡന്റിന് ഒരു സംശയം തോന്നി. ഷഹീൻ എന്ന് പറയുന്നത് ഷഹീൻ 3 ആണോ? ആർമി ചീഫ് പാക് പ്രസിഡന്റിന്റെ മുഖത്തേക്ക് നോക്കി. ഷഹീൻ 3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യയിലേക്ക് അയച്ചാൽ അവൻ നേരെ പോകുന്നത് ചൈനയിലേക്കായിരിക്കും. ആദ്യഘട്ട പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു, അത് സത്യമാണ്. പക്ഷേ ഇനിയും 1-2 പരീക്ഷണങ്ങൾ കൂടി നടത്തണമായിരുന്നു. അതിനുള്ള സമയം നമ്മുടെ പക്കലില്ല. പക്ഷേ ഷഹീൻ 3 നല്ലതായിരുന്നു. അവന് 2750 കിലോമീറ്റർ അകലെ വരെ വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതായത് ഇവിടെ
നമ്മുടെ കറാച്ചിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അങ്ങ് കന്യാകുമാരി വരെ പൊട്ടിച്ച് തകർക്കാൻ സാധിക്കും. ചീഫ് പ്രധാനമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കി. ഷൈൻ 2 നല്ലൊരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. 2000 കിലോമീറ്റർ പോകും. നമുക്ക് കന്യാകുമാരി ഒന്നും തകർക്കാൻ സാധിച്ചൊന്നും വരില്ല. പക്ഷേ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ നശിപ്പിക്കാൻ അവൻ മതിയാകും. പ്രസിഡന്റിന്റെ സംശയങ്ങൾ തീരുന്നില്ല. അയാളുടെ മുഖത്ത് ക്രൂരമായിട്ടുള്ള ഒരു ചിരി ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ. അങ്ങ് നാഗസാക്കിയിൽ നടന്നതുപോലുള്ള ഒരു സ്ഫോടനം തന്നെ ആയിരിക്കില്ലേ ഷഹീൻ 2 ഉണ്ടാക്കുന്നത്? ആർമി ചീഫും ഒന്ന് ചിരിച്ചു. ഒരു ചെറിയ പുഞ്ചിരിയായിരുന്നു. അതിനുശേഷം അയാൾ ഇങ്ങനെ പറഞ്ഞു, നാഗസാക്കിയല്ല, ഹിറോഷിമയല്ല, അതുക്കും മേലെ, അതിനേക്കാൾ വലിയൊരു സ്ഫോടനം നമ്മുടെ ഷഹീൻ 2 സമ്മാനിക്കും. 1ഉം 2ഉമല്ല, 40 കിലോ ടണ്ണാണ് വാർഹെഡ്. അടുത്ത സംശയം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരുന്നു. എന്തിനാണ് നമ്മൾ ഷൈൻ 2-ൽ തന്നെ ഒതുക്കുന്നത്? നമുക്ക് ഗൗരിയും നാസർ മിസൈൽസും ഒക്കെ ഉണ്ടല്ലോ. നമുക്കെല്ലാം കൂടി അങ്ങ് അയച്ചാലോ? എന്തായാലും അവന്മാർ നമ്മുടെ രാജ്യം നശിപ്പിക്കും. അപ്പോൾ സകലതും അങ്ങ് അയച്ച് പരമാവധി നാശനഷ്ടം നമുക്ക് അവർക്കുണ്ടാക്കി കൊടുക്കാം. ആർമി ചീഫ് അട്ടഹസിച്ചു. അതുതന്നെയാണ് പദ്ധതി. ഒപ്പം നമ്മുടെ ബാബർ ക്രൂയിസ് മിസൈലും അയക്കാം. പക്ഷേ അവനൊരു 600 കിലോമീറ്റർ വരെ പോകും. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൊണ്ടുപോയി തൊടുക്കേണ്ടി വരും. പിന്നെ ബാലിസ്റ്റിക് മിസൈൽ പോലെ ഇവൻ ഒരുപാട് മുകളിലേക്കൊന്നും ഉയർന്നു പോകില്ല. ഏകദേശം പ്രതലത്തിന് സമാനമായിട്ടൊക്കെ ആയിരിക്കും ഇവൻ്റെ സഞ്ചാരം. അതുകൊണ്ട് നമുക്ക് വലിയ അപകടമില്ല. അവർ പെട്ടെന്ന് തിരിച്ചറിയില്ല. നമ്മുടെ ഷൈനെ തിരിച്ചറിഞ്ഞാലും ഇവനെ തിരിച്ചറിയാൻ അവർക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. പ്രസിഡന്റിന് ഒരു കുസൃതി ചോദ്യം ഉണ്ടായി. എങ്കിൽ പിന്നെ നമ്മുടെ സബ്മറൈനിലും കുറച്ച് കയറ്റി വിട്ടാലോ? അവരും കൊണ്ടുപോയി പൊട്ടിക്കട്ടെ. മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ആർമി ചീഫിന് ആ ചോദ്യം കേൾക്കാൻ സാധിച്ചത്. ഒരല്പം ചിരിയോടുകൂടി അയാൾ അത് കുടിച്ചിറക്കി. അതിനുശേഷം ശാന്തമായി പറഞ്ഞു, അതിനൊക്കെ പറ്റുന്ന സബ്മറൈൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ? ഒരു നിമിഷം നേരം അയാളൊന്നും മിണ്ടിയില്ല. എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് അയാൾ F-16 കുറിച്ചും മിറാഷ് 3 കുറിച്ചും 5 കുറിച്ചും പറഞ്ഞത്. F-16 A-Bക്ക് പറ്റും. പിന്നെ മിറാഷ് 3, 5 ഈ വിമാനങ്ങളും ഒരേ സമയം നമുക്ക് അയക്കാം. പക്ഷേ അതിൽ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് വെച്ച് പുലർത്തേണ്ട. കാരണം അവന്മാരുടെ സൈന്യം ശക്തമാണ്. വ്യോമാതിർത്തി താണ്ടിക്കഴിഞ്ഞാൽ ആകാശത്ത് വെച്ച് തന്നെ ഇവന്മാരെ വെടിവെച്ചിടാനുള്ള പ്രഹരശേഷി അവന്മാർക്കുണ്ട്. നമ്മളത് പലവട്ടം രുചിച്ചറിഞ്ഞതുമാണല്ലോ. എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. മിറാഷ് 3ഉം 5ഉം F-16 A-Bയും ഒക്കെ പോകട്ടെ. എല്ലാത്തിനെയും നശിപ്പിച്ചാലും ഒരുപക്ഷെ ഒരെണ്ണത്തിന് അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ പോയി ഒരു സ്ഫോടനം സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അവിടെ ഇപ്പോൾ ഹോം മിനിസ്റ്ററും പ്രധാനമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമുണ്ട്. പ്രധാനമന്ത്രി ചീഫ് ഓഫ് ഡിഫൻസിനോട് ചോദിച്ചു, സത്യമാണോ? ചീഫ് അല്പം നിരാശയോടുകൂടിയാണ് ഇരിക്കുന്നത്. എന്നാൽ അയാളുടെ വാക്കുകളിൽ വളരെയധികം കോൺഫിഡൻസും ഉണ്ടായിരുന്നു. അതെ, 100% ഉറപ്പാണ്. പാക് ഒഫീഷ്യൽസ് ആരും പാകിസ്ഥാനിലില്ല. എന്തോ നടക്കാൻ പോകുന്നു. അവന്മാർ ഷഹീൻ 2 ഉപയോഗിക്കുമോ എന്നാണ് എൻ്റെ സംശയം. ഡിഫൻസ് മിനിസ്റ്റർ ഇടയ്ക്ക് കയറി ചോദിച്ചു, നമ്മുടെ സ്പൈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, റിസാറ്റ് 2, അതിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയില്ല എന്ന അർത്ഥത്തിൽ CDS അല്ലെങ്കിൽ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് തലയാട്ടി. ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഷഹീൻ 2 റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമുക്ക് വിവരം കിട്ടും. കാരണം ഷഹീൻ 2വിനെ കണ്ടുപിടിക്കാൻ ശേഷിയുള്ള റെസൊല്യൂഷൻ നമ്മുടെ റിസാറ്റ് 2വിനുണ്ട്. ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ CDSൻ്റെ ഫോൺ ചിലച്ചു. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് പറയുന്നത് അയാൾ വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ് കേൾക്കുന്നതെന്ന് അയാളുടെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്. ശരിയെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. പ്രധാനമന്ത്രിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. പ്രധാനമന്ത്രി അങ്ങോട്ട് പറഞ്ഞു, ഷെയ്ൻ 2വിനെ കണ്ടെത്തിയല്ലേ? റിസാറ്റ് 2 2019 വിക്ഷേപിച്ചത്. എന്നാൽ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇനി ജോലി ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മൾ മനുഷ്യരാണ്. പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങി. പ്രധാന മിലിറ്ററി ബേസിനുകളും അതിനോട് ചേർന്നുള്ള സെറ്റിൽമെൻറ്റ്സിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിനെല്ലാം പുറമെ
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കണം. പാഡ് അല്ലെങ്കിൽ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റവും ആഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റവും പ്രവർത്തനക്ഷമമാക്കി. പൃഥ്വിയാണ് ഏറ്റവും ശക്തൻ. ബാലിസ്റ്റിക് മിസൈലുകൾ വളരെയധികം ഉയരത്തിലൂടെ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് നിലം തൊടുക. അതുകൊണ്ട് വളരെ ഉയരങ്ങളിൽ വെച്ച് അവനെ തിരിച്ചറിയാൻ സാധിക്കും. പൃഥ്വിക്ക് ഏകദേശം 80 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലുള്ള മിസൈലുകളെ തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കാൻ സാധിക്കും. എന്നാൽ പൃഥ്വി പരാജയപ്പെടുകയാണെങ്കിൽ അതിനും താഴേക്ക് വരുമ്പോൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 30 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ നമ്മുടെ ആഡ് പ്രവർത്തിച്ചു തുടങ്ങും. മിസൈലുകളെ വകവരുത്താൻ ശേഷിയുള്ള INS അൻവേഷിനെ അറബിക്കടലിലേക്ക് ഇറക്കി. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം അവൻ്റെ ടെസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് അവനെ സമുദ്രത്തിലേക്ക് ഇറക്കി വിട്ടത്. ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് പോളിസിയിൽ പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ഒരിക്കലും ആദ്യം ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് വിക്ഷേപിക്കില്ല. പക്ഷേ ഇന്ത്യയെ ആരെങ്കിലും അപ്രകാരം ആക്രമിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനും ഇന്ത്യക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളവരെ തിരിച്ചാക്രമിക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂക്ലിയർ വെപ്പണുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ന്യൂക്ലിയർ വെപ്പണുകൾ പ്രയോഗിക്കാനുള്ള സമയമാണ്. പക്ഷേ അതിനു മുമ്പ് അവിടെ നിന്നും ആദ്യത്തെ മിസൈലുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കണം. ആദ്യത്തെ മിസൈലുകൾ ഇവിടെ എത്തിച്ചേരുന്ന അടുത്ത നിമിഷം ഇവിടെ നിന്ന് പാകിസ്ഥാൻ ലക്ഷ്യമാക്കി പുറപ്പെടാൻ ഒരുപാട് മിസൈലുകൾ നമ്മുടെ പക്കലുണ്ട്. ന്യൂക്ലിയർ ശേഷിയുള്ള മിസൈലുകൾ അഗ്നി സീരീസ് തന്നെ ഉണ്ട്. അത് മീഡിയം ടു ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകളാണ്. ഇതിലെ അഗ്നി 2 മാത്രമാണ് നമുക്ക് വേണ്ടി വരിക. അഗ്നി 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചൈനയെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയതാണ്. 5000 കിലോമീറ്റർ റേഞ്ചാണ് അഗ്നി 5-നുള്ളത്. പക്ഷേ പാകിസ്ഥാനെ നശിപ്പിക്കാൻ, പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ നമുക്ക് അഗ്നി 5-ൻ്റെ ഒന്നും ആവശ്യമില്ല. അഗ്നി 2 മതി. അഗ്നി 2-ന് 2500 കിലോമീറ്ററിൻ്റെ റേഞ്ച് ഉണ്ട്. അതിനെല്ലാം പുറമെ പൃഥ്വി 2 ഉണ്ട്, അഗ്നി 1 ഉണ്ട്. ഇതിൻ്റെയൊക്കെ റേഞ്ച് വളരെ കുറവാണ്, പേലോഡും വളരെ കുറവാണ്. പക്ഷേ നമുക്ക് കനത്ത പ്രഹരം തന്നെ പാകിസ്ഥാന് നൽകാൻ സാധിക്കും. അതിന് ഇതൊക്കെ തന്നെ ധാരാളം. പാകിസ്ഥാനെ പോലൊരു രാജ്യമല്ല നമ്മൾ. നമ്മുടെ പക്കൽ കുറെ കൂടി ശക്തമായിട്ടുള്ള സബ്മറൈനുകളുണ്ട്. നമുക്ക് സമുദ്രത്തിൽ നിന്ന് തന്നെ നേരിട്ട് പാകിസ്ഥാനിലേക്ക്, അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക്, മിലിറ്ററി ബേസിനുകളിലേക്ക്, തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് തൊടുക്കാൻ ശേഷിയുള്ള മികച്ച ആയുധങ്ങളുണ്ട്. ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. K-15 സാഗരിക, K-4 നിർഭയ് ക്രൂയിസ് മിസൈലുകളാണ്. നിമിഷങ്ങൾ മാത്രം മതി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ വലിയ രാജ്യം അതൊന്നുമല്ലാതെയായി മാറും. എന്നാൽ അവിടെ ഭരിക്കേണ്ടവർ ആയിരിക്കില്ല ഭരിക്കുന്നത്. ഭരിക്കേണ്ട ആളുകൾ, ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ആളുകൾ ആ രാജ്യം വിട്ട് എപ്പോഴോ പോയിട്ടുണ്ടായിരിക്കും. സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യരായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാവുക. അതോടുകൂടി ഇന്ത്യക്കും വലിയ രക്ഷയൊന്നുമില്ലാതെയാകും. ഇന്ത്യയും സാമ്പത്തികമായിട്ട് തകരും. അതുതന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇങ്ങോട്ടൊരു ന്യൂക്ലിയർ ബോംബിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് 2 കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നീട് അത്തരത്തിലുള്ളൊരു രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവാനും പാടില്ല. പാകിസ്ഥാൻ എന്ന രാജ്യം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവർ നിലനിൽക്കുകയില്ല എന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ, അവർ നശിക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ സകല പ്രദേശങ്ങളും കീഴടക്കപ്പെടാൻ പോവുകയാണെന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇന്ത്യയെ ഒരിക്കലും വെറുതെ വിടില്ല. അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഇന്ത്യ അല്ലെങ്കിൽ പോലും ഇന്ത്യയിൽ ഒരു കനത്ത പ്രഹരം കൂടി കൊടുത്തതിന് ശേഷം ആ പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതെയാക്കാനും അവർ മടിക്കില്ല. ഒരിക്കലും ഒരു രീതിയിലും നന്മയുണ്ടാക്കാൻ സാധിക്കാത്ത, തിന്മ മാത്രം സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ഏറ്റവും വികൃതമായിട്ടുള്ള മുഖമാണ് അണുവായുധം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം. പാകിസ്ഥാൻ അതിന് തുടക്കം കുറിക്കുമെന്നുള്ളത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്ന പോളിസിയിലേക്ക് അവർ കടക്കാതിരുന്നത്. കാരണം അവർ ആദ്യം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യമാണ്. അവർ ആദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായി ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് ഈ ഭൂമിയിൽ ഒരൊറ്റ ഭൂഭാഗം മാത്രമേ കാണുകയുള്ളൂ. അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഏതെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടൻറ്റും മനഃപ്പാഠമാക്കണം. അതിന് ഒരു 25 മെമ്മറി ട്രിക്കുകളുണ്ട്.
ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പഠന വിഷയങ്ങളെയും നിങ്ങൾക്ക് പഠിക്കുകയും ആവശ്യമനുസരിച്ച് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സായി ബ്രൈറ്റ് കേരളത്തിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ഫോണിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിൽ ID ഉപയോഗിച്ചിട്ടോ എന്നോട് സംവദിക്കാവുന്നതാണ്.